ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഗുജറാത്ത് ടൈറ്റൻസിനെ ഈ സീസണിൽ ആദ്യമായി തോൽപ്പിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ 2 കടന്നിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഈ തോൽവി ചോദിച്ചു വാങ്ങിയതാണ്. നമ്മൾ ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണ് പറയുക. ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ക്യാച്ചുകൾ വിട്ടുകളയുക, അതുപോലെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് വിട്ടുകളയുക, അങ്ങനെ ഇത്രയും ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജിൽ ഇങ്ങനെ ക്യാച്ചുകൾ വിട്ടുകളയുന്ന ഒരു ടീമിന് ജയിക്കാൻ അർഹതയില്ലെന്ന് തന്നെ ഞാൻ പറയും. ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിച്ചത് വിട്ടുകളഞ്ഞ ഈ അവസരങ്ങളാണ്. ഒടുവിൽ മുംബൈ ഇന്ത്യൻസിന് 20 റൺസിന്റെ വിജയം. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ക്വാളിഫയർ 2 പഞ്ചാബ് കിങ്സിനോടാണ് മുംബൈ ഇന്ത്യൻസ് ഏറ്റുമുട്ടുക. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ബാറ്റിംഗ് സർഫസ് ആയിരുന്നു, ഒരു ഫ്ലാറ്റ് ഡെക്ക് ആയിരുന്നു, ബാറ്റിങ്ങിനെ ഒരു അതിരറ്റ് പിന്തുണച്ചിരുന്ന ഒരു പിച്ചായിരുന്നു ഇന്നലത്തേത്. ഇനി ടീം ചേഞ്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, മുംബൈ ഇന്ത്യൻസിന്റെ 3 ഫോറിൻ പ്ലേയേഴ്സ് തിരികെ പോയിരുന്നു. അപ്പോൾ ഇന്നലത്തെ അവരുടെ ടീമിൽ പ്രധാനമായിട്ടും 2 ചേഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ റയാൻ റിക്കൽഡന് പകരം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ജോണി ബെയർസ്റ്റോ വന്നു. അതുപോലെ തന്നെ റിച്ചാർഡ് ഗ്ലീസണും ഇന്നലെ ടീമിലെത്തി. ഇനി നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് ബട്ട്ലറിന് പകരം കുശാൽ മെൻഡിസ് ആണ് ടീമിലേക്ക് വന്നത്. പിന്നെ അർഷദ് ഖാനും ഇന്നലെ കളിച്ചിരുന്നില്ല. അപ്പോൾ അതായിരുന്നു ടീമുകളിലുള്ള വ്യത്യാസം. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു തുടക്കമാണ് മുംബൈക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു പവർ പ്ലേ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവർ 79 റൺസ് സ്കോർ ചെയ്തു. അപ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് 13.17 ആണ്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ജോണി ബെയർസ്റ്റോയുടെ ബാറ്റിംഗ് ആണ്. വളരെ മികച്ച രീതിയിലാണ് ജോണി ബെയർസ്റ്റോ കളിച്ചത്. ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇന്നിങ്സ് ആണ് ആ ഒരു ടൈമിൽ GT ബോളേഴ്സിനെ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ ബെയർസ്റ്റോയ്ക്കായി. ഇതേ അവസരത്തിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച വിട്ടുകളഞ്ഞ അവസരങ്ങൾ. അപ്പോൾ രോഹിത് ശർമ്മ 3 റൺസിൽ നിന്നപ്പോൾ ജെറാൾഡ് കോയിറ്റ്സി ക്യാച്ച് കളഞ്ഞു. അതുപോലെ 12 റൺസിൽ നിന്നപ്പോൾ നിലവിലെ കീപ്പറായ കുശാൽ മെൻഡിസ് ക്യാച്ച് കളഞ്ഞു. അങ്ങനെ ലൈഫുകൾ കിട്ടിയ രോഹിത് ഇന്നലെ 81 റൺസാണ് സ്കോർ ചെയ്തത്. ആ റൺസ് മത്സരത്തിൽ നിർണായകമാവുകയും ചെയ്തു. അപ്പം 3 റൺസിൽ പുറത്താവേണ്ട രോഹിത് പിന്നീട് 78 റൺസ് കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡ്രോപ്പ് ക്യാച്ചസ് മത്സരത്തിന്റെ ഫലത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പവർ പ്ലേ ഫേസിൽ 79 റൺസാണ് മുംബൈ ഇന്ത്യൻസിന്റെ വന്നത്. ഇനിയിപ്പോൾ ആ ഒരു ഓപ്പണേഴ്സിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ജോണി ബെയർസ്റ്റോ 22 പന്തിൽ നിന്നാണ് 47 റൺസ് എടുത്തത്. 4 4 3 6 പുള്ളിയുടെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെയർസ്റ്റോ ഒരു 50 ഡിസേർവ് ചെയ്തിരുന്നു. പക്ഷേ സായി കിഷോറിന്റെ പന്തിൽ പുറത്തായി. അതിനുശേഷം സൂര്യകുമാർ യാദവ് വന്നു. അപ്പോൾ സൂര്യയുടെ കാര്യം പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം ഇതേവരെ നടന്ന എല്ലാ മത്സരങ്ങളിലും അറ്റ്ലീസ്റ്റ് 25 റൺസ് എടുക്കാൻ സൂര്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും അതുപോലെ തന്നെ എടുത്തു. സൂര്യ 20 പന്തിൽ 33 റൺസാണ് എടുത്തത്. ഇനി രോഹിത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു 81 റൺസ്, 50 പന്തിൽ 81 റൺസാണ് രോഹിത് ശർമ്മ എടുത്തത്. അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു ഫേസ്, ആ ഒരു മിഡിൽ ഫേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പവർ പ്ലേ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഇതായെങ്കിലും ആ ഒരു മൊത്തത്തിലുള്ള റൺ റേറ്റ് കുറയാതെ നോക്കാൻ അവർക്കായി. ഇപ്പോൾ ആ ഒരു മിഡിൽ ഫേസിൽ അവരെടുത്തത് 81 റൺസാണ്. 2 വിക്കറ്റാണ് അവർക്ക് ഈ ഒരു ഫേസിൽ നഷ്ടമായത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 9 ആണ് ആ ഒരു ഫേസിലെ റൺ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫേസിൽ അവർക്ക് നഷ്ടപ്പെട്ട വിക്കറ്റുകൾ ബെയർസ്റ്റോയുടെയും സൂര്യകുമാർ യാദവിൻ്റെയാണ്. പിന്നീട് ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തിലക് വർമ്മ ടച്ചിലല്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ തിലക് വർമ്മ ഇന്നലെ ഒരു ചെറിയ ഇന്നിങ്സ് 11 പന്തിൽ 25 റൺസ് എടുത്തു. അതുപോലെ ഹാർദിക് പാണ്ഡ്യ 9 പന്തിൽ 22 റൺസ് എടുത്തു. അങ്ങനെ വന്നപ്പോൾ അവർ ഡെത്ത് ഓവേഴ്സിൽ എടുത്തത് 68 റൺസാണ്. ഈ ഒരു ഫേസിൽ 3 വിക്കറ്റ് അവർക്ക് നഷ്ടമായി. ഇതിൽ തന്നെ 22 റൺസ് വന്നത് അവസാന ഓവറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജെറാൾഡ് കോയിറ്റ്സിൽ നിന്ന് നന്നായിട്ട് അടികൊണ്ടു. 19ാമത്തെ ഓവറിൽ ഒന്ന് പിടിച്ചെറിഞ്ഞിട്ട് അവർക്ക് ഒരു 210 അല്ലെങ്കിൽ 215 താഴെ വേണമെങ്കിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവസാന ഓവറുകളിൽ ഹാർദിക് പാണ്ഡ്യ ജെറാൾഡ് കോയിറ്റ്സിയെ 3 സിക്സ് അടിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു സ്കോർ 220 കടന്ന് 228 നിന്നു. ഇപ്പോൾ ഇതുപോലൊരു ടോട്ടലിന്റെ കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ റൺസ് ആ ഒരു ആസ്കിംഗ് റേറ്റിൽ കൊണ്ടുപോയാലും ഇടയ്ക്ക് 1-2 ക്വയറ്റ് ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ടഫാണ്. പിന്നെ ഈ റിക്വയർഡ് റേറ്റ് പോകും. എസ്പെഷ്യലി അപ്പുറത്ത് ബുംറയെ പോലെ ഒക്കെയുള്ള വേൾഡ് ക്ലാസ് ബോളേഴ്സ് ഉള്ളപ്പോൾ ചിലപ്പോൾ അങ്ങ് എത്തിപ്പിടിക്കാൻ പാടാണ്. അത് തന്നെയാണ് ഇന്നലെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ GT ബോളേഴ്സിന്റെ ആ ഒരു ബോളിംഗ് ഫിഗേഴ്സ് ഒന്ന് നോക്കാം. ഇതിൽ പിക്ക് ഓഫ് ദ ബോളേഴ്സ് ആയിട്ട് ഞാൻ എടുത്തു പറയുന്നത് റഷീദ് ഖാനാണ്. വിക്കറ്റ് ഒന്നും ഇട്ടില്ലെങ്കിലും 4 ഓവറിൽ 33 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നീട് പ്രസീദ് 2 വിക്കറ്റ് ഇട്ടു, 4 ഓവറിൽ 53 റൺസ്. ഇതിൽ പ്രസീദിന്റെ രോഹിതിന്റെ വിക്കറ്റ് തുടക്കത്തിലേക്ക് കിട്ടേണ്ടതായിരുന്നു, ക്യാച്ച് പോയി. സായി കിഷോർ 4 ഓവറിൽ 42 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. സിറാജ് 4 ഓവറിൽ 37 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജെറാൾഡ് കോയിറ്റ്സിയ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 3 ഓവറിൽ 51 റൺസ് വിട്ടുകൊടുത്തു. വാഷിംഗ്ടൺ സുന്ദർ 1 ഓവറേ എറിഞ്ഞുള്ളൂ, 7 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത്. ഇനി ചേസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. ഇപ്പോൾ നമുക്കറിയാം ട്രെന്റ് ബോൾട്ട് എന്ന് പറയുന്നത് ഈ പവർ പ്ലേയിൽ നല്ല ഒരു സ്ട്രൈക്കിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ബോളറാണ്. നമ്മൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 2020 IPL ശേഷം ആദ്യത്തെ ഓവറിൽ തന്നെ 32 വിക്കറ്റുകളാണ് ട്രെന്റ് ബോൾട്ട് വീഴ്ത്തിയിരിക്കുന്നത്. ഇനി ടീമുകളുടെ സ്റ്റാറ്റ്സ് ഫുൾ എടുത്താലും, അതായത് എല്ലാ ബോളേഴ്സിന്റെ കണക്കുകൾ കൂടി കൂട്ടിയാലും ട്രെന്റ് ബോൾട്ടിന് അടുത്ത് എത്തത്തില്ല.
ഇന്നലത്തെ മത്സരത്തിലും ട്രെന്റ് ബോൾട്ട് ആ ഓവറിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തു. ഇവിടെ ഒരു ബിഗ് വിക്കറ്റ് ആണ്. നമുക്കറിയാം ശുഭ്മാൻ ഗില്ല് കൺസിസ്റ്റന്റ് പെർഫോമർ ആണ്. ഓവർ 600 റൺസ് ഈ സീസണിൽ തന്നെ സ്കോർ ചെയ്ത പ്ലെയർ ആണ്. അങ്ങനെയുള്ള ശുഭ്മാൻ ഗില്ലിനെ ഒരു റണ്ണിനാണ് ട്രെന്റ് ബോൾട്ട് പുറത്താക്കിയത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ബ്ലോ ആണ് ഗുജറാത്ത് ടൈറ്റൻസിന് കിട്ടിയത്. എന്നാൽ പിന്നീട് വന്ന കുശാൽ മെൻഡിസുമായിട്ട് ചേർന്ന് സായ് സുദർശൻ ഒരു നല്ല പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. സായ് സുദർശൻ ഒരു ഫ്ലോലെസ് ഇന്നിംഗ്സ് ആയിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ സായ് സുദർശൻ കളിച്ചു. ഇനി ആ ഒരു പവർ പ്ലേ ഫേസിലെ സ്കോറിംഗ് നോക്കിക്കഴിഞ്ഞാൽ GT എടുത്തത് 66 റൺസാണ്. അപ്പോൾ ആ ഒരു ഫേസിലെ റൺ റേറ്റ് എന്ന് പറയുന്നത് 11 റൺസാണ്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് എടുത്തതിനേക്കാൾ ഒരു 13 റൺസ് കുറവാണ് GT എടുത്തത്. ഇനി ആ ഒരു മിഡിൽ ഓവർ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ പവർ പ്ലേ ഫേസിലുണ്ടായിരുന്ന ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് GT ആ ഒരു മിഡിൽ ഓവർ ഫേസിൽ കവർ ചെയ്തു. GT ആ ഒരു ഫേസിൽ 9 ഓവറിൽ 95 റൺസാണ് എടുത്തത്. 10.55 റൺ റേറ്റ്, 2 വിക്കറ്റ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഇപ്പോൾ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് 81 റൺസ് എടുത്ത സമയത്ത് ആ ഒരു 95 റൺസ് എടുത്തു. അങ്ങനെ വന്നപ്പോൾ ഒരു 14 റൺസ് എക്സ്ട്രാ എടുത്തു. അപ്പോൾ ആ പവർ പ്ലേയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിഫറൻസ് ഇവർ മിഡിൽ ഓവേഴ്സിൽ കവർ ചെയ്തു. എന്നാൽ ഡെത്ത് ഓവേഴ്സിൽ ആ ഒരു ബ്രില്യൻസ് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നമ്മൾ ബുംറയുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് അതുവരെയുള്ള ഒരു ബാറ്റിംഗ് കാർഡ് നോക്കാം. കുശാൽ മെൻഡിസ് 10 ബോൾ 20 റൺസ്. ഇപ്പോൾ സാൻഡറിന്റെ ബദൽ ഹിറ്റ് വിക്കറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ചിട്ട് ആ ഒരു ബാക്കിലേക്ക് വന്ന് സ്റ്റമ്പിൽ തട്ടിയിട്ട് വളരെ റെയർ ആയിട്ടുള്ളൊരു ഡിസ്മിസലാണ് കുശാൽ മെൻഡിസിൻ്റെത്. മെൻഡിസിന്റെ പുറത്താവലിന് ശേഷം നമ്മുടെ സായ് സുദർശനും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് നല്ലൊരു ബ്രില്യൻ പാർട്ണർഷിപ്പാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അവർ ആ ഒരു സ്കോറിംഗ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ സുന്ദറിന്റെ ഇന്നിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 24 മുതൽ 48 റൺസാണ് എടുത്തത്. പിന്നീട് സായ് സുദർശൻ 49 മുതൽ 80 റൺസ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ആ ഒരു മിഡിൽ ഓവേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കോമ്പറ്റീഷൻ നെക്ക് ടു നെക്ക് ആണ്. അതായത് ഓൾമോസ്റ്റ് സെയിം ആണ്. 1 റൺസിന്റെ വ്യത്യാസം മാത്രമേ ഈ 2 ടീമുകൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 1 റൺസ് നമ്മുടെ GT അഹെഡ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ആ ഒരു മിഡിൽ ഓവേഴ്സിൽ വാഷിംഗ്ടൺ സുന്ദറിന്റെ ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നതും ബൂംറ തന്നെയാണ്. അത് 14ാമത്തെ ഓവറിലാണ് ബൂംറ നമ്മുടെ സുന്ദറിനെ ബൗൾഡ് ആക്കിയത്. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഫേസിൽ ഇവർ ഈക്വൽ ആയിരുന്നു. പിന്നീട് ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 16ാമത്തെ ഓവറിൽ റിച്ചാർഡ് ലീസന്റെ പന്തിൽ സായ് സുദർശൻ പുറത്തായി. ആ ഒരു ഇന്നോവേറ്റീവ് ഷോട്ടിന് ശ്രമിക്കുന്നതിനിടയിലാണ് സായ് സുദർശൻ പുറത്താവുന്നത്. പിന്നീട് വന്ന ഷർഫീൻ റുദർഫോർഡിന് 15 മുതൽ 24, രാഹുൽ തവാട്ടിയെ 11 മുതൽ 16, അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ 7 മുതൽ 13. അങ്ങനെ ഒരു കുഞ്ഞു കോൺട്രിബ്യൂഷൻസേ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ അതൊന്നും അവരെ വിജയത്തിൽ എത്തിക്കാൻ പോകുന്നതായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആ ഒരു ഡെത്ത് ഓവർ ഫേസിൽ ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞത് 47 റൺസ് മാത്രമാണ്. 3 വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് ആ ഒരു ഫേസിൽ എടുത്തത് 68 റൺസാണ്. ഇവർ 21 റൺസ് കുറവാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ക്രൂഷ്യലായി. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ബുംറയുടെ ബോളിംഗ് ആണ്. ഇപ്പോൾ ബുംറയുടെ ബോളിംഗ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു 430+ റൺസ് വന്ന മത്സരത്തിൽ ബുംറ 4 ഓവറിൽ 27 റൺസ് മാത്രം കൊടുത്താണ് ഒരു വിക്കറ്റ് എടുത്തത്. ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം ഒരുവിധം എക്സ്പെൻസീവ് ആയിരുന്നു. ആ ഒരു സമയത്താണ് ബുംറ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് മാറിയത്. ഇപ്പോൾ ട്രെന്റ് ബോൾട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 വിക്കറ്റ് എടുത്തെങ്കിലും 4 ഓവറിൽ 56 റൺസ് കൊടുത്തു. അതുപോലെ തന്നെ റിച്ചാർഡ് ലീസൺ 1 വിക്കറ്റ് എടുത്തെങ്കിലും 3.3 ഓവറിൽ 39 റൺസ് കൊടുത്തു. അശ്വിനി കുമാർ 1 വിക്കറ്റ് ഇട്ടു, 28 റൺസ് വഴങ്ങി. 3.3 ഓവറിൽ 28 റൺസ് വഴങ്ങിയാണ് ഒരു വിക്കറ്റ് എടുത്തത്. ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. സാൻഡർ 1 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ, 10 റൺസ് വഴങ്ങി 1 വിക്കറ്റ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ എക്സ്പെൻസീവ് ആയിരുന്നു, 3 ഓവറിൽ 37 റൺസ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഓപ്പണേഴ്സ്, അതായത് ബെയർസ്റ്റോയുടെ ആ ഒരു ബ്ലിറ്റ്സ്, പിന്നെ രോഹിത് ശർമ്മയ്ക്ക് ലൈഫ് കിട്ടിയ ശേഷം നടത്തിയ ഒരു കത്തിക്കേറലുണ്ടല്ലോ അത്, പിന്നീട് ആ ഒരു ബുംറയുടെ ആ ഒരു സ്പെല്ല്, ഇത് 3മാണ് ഈ മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ മാൻ ഓഫ് ദ മാച്ച് രോഹിത് ശർമ്മയ്ക്കാണ്. രോഹിത് ശർമ്മ വളരെ മികച്ചൊരു ഇന്നിംഗ്സ് ആയിരുന്നു. തുടക്കത്തിൽ കിട്ടിയ ആ ഒരു ലൈഫ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ രോഹിത്തിനായി. വളരെ നല്ലൊരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു ആ ഒരു ഡ്രോപ്പ് ക്യാച്ചസ് ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ GTക്ക് അത് ഒഴിവാക്കാനാവുന്നതായിരുന്നു. ആ ഒരു ക്യാച്ച് എടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മത്സരഫലം തന്നെ മറിച്ചായനെ. കാരണം ആ ഒരു ഡ്രോപ്പിന് അവർ വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത് 78 റൺസാണ്. ഈ മത്സരത്തിൽ വിധി നിർണ്ണയിക്കപ്പെട്ടത് 20 റൺസിന്. പിന്നീട് ഈ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയ്ക്ക് കൊടുത്താലും ഡിസേർവിംഗ് തന്നെയായിരുന്നു. അപ്പോൾ 1 വിക്കറ്റ് എടുത്തുള്ളൂ, എങ്കിലും 4 ഓവറിൽ 27 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂ, അതായത് ആ ഒരു വാഷിംഗ്ടൺ സുന്ദറിന്റെ, അപ്പോൾ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വാഷിംഗ്ടൺ സുന്ദറിന്റെ വിക്കറ്റ് എടുക്കുന്നത്. പിന്നെ ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 വഴങ്ങിയിട്ട്, അതായത് രാഹുൽ തവാത്തിക്ക് ഒരു 6 വഴങ്ങിയിട്ട് ആ ഓവർ ബ്രില്യൻ്റ് ആയിട്ട് എറിഞ്ഞു തീർക്കാൻ ബുംറയ്ക്കായി. അതുകൊണ്ട് തന്നെ മാൻ ഓഫ് ദ മാച്ച് ബുംറയ്ക്ക് കൊടുത്താലും തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ GTയുടെ ഈ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവസാന 3 മത്സരങ്ങളിലും നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബോളിംഗ് അറ്റാക്ക് ആണെന്ന്. എന്നാൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും 220+ റൺസാണ് അവർ വഴങ്ങിയത്. ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ ഫീൽഡിങ്ങിനെ നമ്മൾ പഴിക്കണം. ബോളേഴ്സിനെ മൊത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബോളേഴ്സിനെ ഫീൽഡേഴ്സ് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. എങ്കിലും ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള എൻഡാണ്. ഒരു ഘട്ടത്തിൽ അവർ 1ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നാൽ ആ ഒരു ടോപ്പ് 2 ഫിനിഷിനുള്ള അവസരം അവർ തന്നെ കൊണ്ട് കളഞ്ഞു. എന്നിട്ടിപ്പോൾ എലിമിനേറ്ററിൽ മുംബൈയോട് തോറ്റിട്ട് പുറത്താവുകയും ചെയ്തിരിക്കുന്നു. നല്ലൊരു ടഫ് ഫൈറ്റ് കൊടുത്തെങ്കിലും അത് ആ ഒരു മുംബൈയെ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ, ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ മുംബൈ ഓവർകം ചെയ്യാൻ പോകുന്നതായിരുന്നില്ല. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേവരെ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്ത ടീമുകളെ തോൽപ്പിച്ചിരുന്നില്ല. അവർ GTയെ തോൽപ്പിച്ചിട്ട് അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത മത്സരം പഞ്ചാബ് കിങ്സുമായിട്ടാണ്. നാളെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് മത്സരം.
അപ്പോൾ നാളത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഒരു എപ്പിക് ക്ലാഷ് ആയിരിക്കും ഫൈനൽ എന്ന് പറയുന്നത്. RCB വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് ഓൾറെഡി 5 കിരീടങ്ങൾ സ്വന്തമായി കഴിഞ്ഞു. അവരുടെ 6ാമത്തെ കിരീടത്തിനായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നാളത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചിട്ട് ഫൈനലിലെത്തി ആ ഒരു എപ്പിക് ക്ലാഷ് RCB വേഴ്സസ് മുംബൈ എന്നൊരു എപ്പിക് ക്ലാഷ് കൊണ്ടുവരാൻ സാധിക്കുമോ? അതോ ഇനി പഞ്ചാബ് കിങ്സ് മുംബൈ വീണ്ടും തോൽപ്പിച്ചിട്ട് ആ ഒരു ക്വാളിഫയർ 1ന്റെ ആവർത്തനമായിരിക്കുമോ കാണുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.